ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2019 ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 3 ഡേയ്സ് ആൻഡ് എ ലൈഫ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ പയ്യനെ കാണാതാവുന്നു. അതും അവനെ കാണാതാവുന്ന 3 ദിവസങ്ങളിലായിട്ട് അവൻ കാണുന്ന 3 സംഭവങ്ങൾ, ആ 3 സംഭവങ്ങളും അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. അങ്ങനെ അവൻ കണ്ട ആ ഒരു സംഭവങ്ങൾ എന്താണ് ആ ഗ്രാമത്തിൽ നടന്നത് എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. ഇതുപോലൊരു സ്റ്റോറി എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഫ്രാൻസിലെ ആഡം എന്ന് പറഞ്ഞൊരു വലിയ നഗരത്തെ കാണിച്ചുകൊണ്ടാണ്. കാട്, ആറ്, അതേപോലെ തന്നെ നല്ല മനുഷ്യര് കാണാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഈ കഥ നടക്കുന്നത് 1999 ഡിസംബർ 25. ഇപ്പൊ കാണിക്കുമ്പോൾ ആ നഗര മധ്യത്തില് കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. അവരുടെ മുന്നിലായിട്ട് ഒരു പോലീസുകാരൻ സ്പീക്കറിലൂടെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. 3 ദിവസമായിട്ട് ഇവിടെ ഒരു പയ്യനെ കാണാനില്ല. അവനെ ആരും തട്ടിക്കൊണ്ടുപോയതായിട്ട് തോന്നുന്നില്ല. അടുത്തുള്ള ആ ഒരു കാടിനുള്ളിൽ അവൻ പെട്ടുപോയതായിരിക്കാം. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി സമ്മതിച്ചിട്ട് ഈ പോലീസിനോടൊപ്പം തന്നെ അവരെല്ലാവരും ആ കാടിനുള്ളിലേക്ക് പോവാണ്. കൂടാതെ ഇന്നത്തെ ദിവസമാണെങ്കിൽ ഈ ക്രിസ്മസ് ദിവസം കൂടിയാണ്. ആ ഒരു ആഘോഷം പോലെ അവർ മാറ്റിവെച്ചിട്ടാണ് ഈ പയ്യനെ തിരക്കി കാടിനുള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് 1999 ഡിസംബർ 22 ആ പയ്യനെ കാണാതായതിന് 3 ദിവസം മുന്നേ എന്താണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ തൻ്റെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒരു ചെറിയ പയ്യൻ തൻ്റെ പച്ച വാച്ചിലെ അലാറ ശബ്ദം കേട്ട് കണ്ണുറക്കാണ്. ഇവന്റെ പേരാണ് ആന്റണി, വയസ്സ് 12. അതേപോലെ തന്നെ ആന്റണിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റോറിലാണ് അവർ ജോലി ചെയ്യുന്നത്. അങ്ങനെ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ ആന്റണിക്ക് അവൻ്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വെളിയിലൊരു വണ്ടി വന്ന് ഹോൺ അടിക്കുന്ന ശബ്ദം. അത് വേറെ ആരുമല്ല, ആന്റണിയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്ന ആളാണ്. അപ്പോൾ ആന്റണി പറയും, അമ്മ ഈ ഒരു ജോലിയിൽ നിന്ന് വേറെ ഏതെങ്കിലും ജോലി ഇട്ട് മാറിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മ പറയും, ഇല്ല മോനെ, മറ്റൊരു ജോലി കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആന്റണിക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പൈസയും കൊടുത്ത് അവൻ്റെ അമ്മ വെളിയിലേക്ക് പോകുന്നതും. കുറേ കഴിഞ്ഞിട്ട് ആന്റണി വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആന്റണി വെളിയിലേക്ക് വരുമ്പോൾ അടുത്ത വീട്ടിൽ തന്നെ എമിലി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അതേപോലെ തന്നെ എമിലിക്ക് ഒരു സഹോദരൻ, അവൻ്റെ പേര് റെമി. അവനാണെങ്കിൽ ഒരു നായയെ വളർത്തുന്നുണ്ട്. ആ നായയാണെങ്കിലോ ഒരു ബോളോ കമ്പോ എന്തെടുത്ത് ദൂരേക്ക് എറിഞ്ഞാലും അത് ഓടിപ്പോയി എടുത്തിട്ട് വരും. അങ്ങനെ ആന്റണിയും എമിലി, റെമി ഇവർ 3 പേരും നടന്ന് സ്കൂളിലേക്ക് പോവാണ്. ആ നായയാണെങ്കിലോ അവരുടെ പിറകെ തന്നെയുണ്ട്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ എമിലി മറ്റൊരു വീട്ടിലേക്ക് നടന്ന് കയറുന്നുണ്ട്. പക്ഷെ ആന്റണിയും റെമി ആണെങ്കിലോ കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്നും ആന്റണി ബയോളജി സംബന്ധമായിട്ടുള്ള ബുക്കുകളെല്ലാം വാങ്ങി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വായിച്ചു തീർന്ന ഒരു ബുക്ക് ആ ഡോക്ടറിന് കൊടുത്തിട്ട് പുതിയൊരു ബുക്ക് അവൻ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ആന്റണിയുടെ കയ്യിൽ ആ ഡോക്ടർ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതും വാങ്ങി ആന്റണിയും റെമിയും റെമിയുടെ അച്ഛന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി 2 പേരും നടന്നു പോവാണ്. റെമിയുടെ അച്ഛൻ ഈ മരം എല്ലാം അറുക്കുന്ന ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഫാക്ടറിയിൽ കാണിക്കുമ്പോൾ ഈ ഫാക്ടറി ഇപ്പോൾ നഷ്ടത്തിലാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓണർ ഈ ഫാക്ടറി വിൽക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തൻ്റെ ജോലി പോകുന്നുള്ള ആ പേടിയിൽ റെമിയുടെ അച്ഛൻ അയാളോട് വഴക്കിടുന്നു. ഇപ്പോൾ റെമി ലഞ്ച് ബോക്സ് എടുത്ത് അവൻ്റെ അച്ഛനിൽ കൊടുക്കുമ്പോൾ അത് വാങ്ങിയിട്ട് ഹേയ് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ റെമി കുറച്ച് വിഷമിച്ചിട്ട് 2 പേരും തിരിച്ചു വരുന്നു. അപ്പോഴാണ് റെമി, ഓക്കെ നമുക്ക് അടുത്തുള്ള കാട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആന്റണി പറയും, ഓക്കെ പോവാം എന്ന് പറഞ്ഞ് 2 പേരും അവിടേക്ക് നടന്നു പോകുന്ന. അതുമല്ല, ഇവർ പോകുന്ന കാര്യം വേറെ ആരോടും പറയണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും കാടിനുള്ളിലേക്ക് പോകുമ്പോൾ വേറെ ഒന്നുമല്ല, ഇവർ കാടിനകത്ത് അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സ്ഥലം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് 2 പേരും കാർഡ് ഗെയിം കളിക്കുകയാണ്. കുറച്ചു നേരം അവിടെ ഇരുന്ന് കളിച്ചതിന് ശേഷം ഇപ്പോൾ 2 പേരും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ റെമി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ആന്റണിയെ കാണിക്കുമ്പോൾ ഈ പാർക്കിനടുത്തായിട്ട് ഒരു സ്കൂട്ടർ നിൽക്കുന്ന അവൻ കാണുന്നുണ്ട്. ആ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ സ്കൂട്ടർ ഈ ഏരിയയിലുള്ള ഒരു പയ്യൻ്റെ സ്കൂട്ടറാണ്. അവൻ്റെ പേര് തിയോ എന്നാണ്. അതുമല്ല, ആ സ്കൂട്ടറിൽ എമിലിയുടെ ബാഗ് ഇരിപ്പുണ്ട്. ഇത് കാണുന്ന ആന്റണി എമിലി ഇവിടെ എന്താ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു പാർക്കിനുള്ളിലേക്ക് പോയി നോക്കുമ്പോൾ എമിലിയും അതേപോലെ തന്നെ ആ തിയോ എന്ന് പറഞ്ഞ അവനും കിസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന ആന്റണിക്ക് നല്ല ദേഷ്യം വരും. കാരണം വേറൊന്നുമല്ല, ആന്റണി എമിലിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ വിഷമത്തിലെ ആന്റണി തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്നു. എന്നിട്ട് തൻ്റെ വീട്ടിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ അവനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതുപോലും അവൻ കേൾക്കുന്നില്ല. അങ്ങനെ ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് റെമിയുടെ നായ ഉണ്ടല്ലോ ആന്റണിയെ നോക്കി കുരയ്ക്കുന്നു. അപ്പോൾ നായ നിർത്താതെ കുരയ്ക്കുമ്പോഴത്തേക്കും ആന്റണിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഓക്കെ ഇത് കുറച്ച് നേരമെങ്കിലും മാറിപ്പോകല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ കയ്യിലുള്ള ബോൾ എടുത്ത് റോഡിലേക്ക് എറിയും. കുറച്ച് നേരം അത് മാറി നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അവിടെയാണ് മറ്റൊരു കാര്യം. നായ ഓടി റോഡിലേക്ക് എത്തുന്ന ആ സമയത്ത് തന്നെ ഒരു കാർ വന്ന് നായനെ ഒരു ഒറ്റയടി. ആ നായ പെട്ടെന്ന് ചാടി വരുന്നത് കാറുകാരനും കണ്ടില്ല. ഇത് കണ്ട ആന്റണിക്ക് നല്ല ടെൻഷനായി. അവ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. നായയുടെ ശബ്ദം കിട്ടി ഓടി ഇവിടേക്ക് വന്ന് ഇപ്പോൾ റെമിയുടെ അച്ഛൻ വെളിയിലേക്ക് ഇറങ്ങി വരും.
അപ്പോൾ കാറുകാരൻ സോറി സാർ, അറിയാതെ സംഭവിച്ചാണെന്നെല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അറിയാതെ സംഭവിച്ചാണെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും മുന്നിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ നായ മരിച്ചിട്ടില്ല, അതിന് ഇത്തിരി ജീവനുണ്ട്. കാണിക്കുമ്പോൾ റെമിയുടെ അച്ഛൻ നേരെ വീടിനകത്തേക്ക് പോയിട്ട് ഒരു തൂക്ക് കൊടുത്തോണ്ട് വരുന്നു. അയ്യോ കഴിഞ്ഞു. ആ കാറുകാരൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ നേരെ കാറിന് മുന്നിലേക്ക് വന്ന് അവൻ്റെ നായനെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഒരു വേസ്റ്റ് ബാഗ് എടുത്ത് അതിനകത്തിട്ട് വേസ്റ്റ് എല്ലാം കൂട്ടിയിടുമല്ലോ, അവിടേക്ക് കൊണ്ടങ്ങ് ഇടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ആന്റണിക്ക് ആ വിഷമം മാറുന്നില്ല. അവൻ കാരണമാണ് ആ നായ മരിച്ചത്. അതുകൊണ്ട് അവന് മറക്കാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുന്നതും ആന്റണിയുടെ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോനെ, പനിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നുമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ അടുത്ത ദിവസം 1999 ഡിസംബർ 23 എന്നത്തെ പോലെ തന്നെ അവൻ്റെ പച്ച കളർ വാച്ചിലെ അലാറം അടിക്കുന്നു. രാവിലെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇന്നലെ ആന്റണിക്ക് വയ്യാന്നാണല്ലോ അവൻ്റെ അമ്മ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് കഴിക്കാനായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് വെളിയിൽ ആ ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്നത്. സ്റ്റോർ ഓണറാണ് വന്നിട്ടുള്ളത്, നീ പോയിട്ട് ആ മാംസം ഇങ്ങ് വാങ്ങിക്കൊണ്ടുവാ എന്ന് പറയുമ്പോൾ ആന്റണി ഡോർ തുറന്ന് നേരെ വെളിയിലേക്ക് വരും. എന്നിട്ട് ആ ഒരു ഓണറിനോട് സംസാരിക്കുമ്പോൾ അയാൾ ആന്റണിയോട് ചോദിക്കും, ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നിനക്ക് എന്താ വേണ്ടത്? എനിക്കറിയാം നിനക്ക് എന്താ വേണ്ടതെന്ന്. വീഡിയോ ഗെയിം അല്ലേ, പക്ഷെ നിന്റെ അമ്മയ്ക്ക് ഒരിക്കലും അത് വാങ്ങിത്തരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആന്റണി ഒരിക്കലും അവൻ്റെ അമ്മയോട് അത് പറയാത്തത്. അങ്ങനെ ഈ കാര്യം പറഞ്ഞ് ഈ മാംസവും വാങ്ങിയിട്ട് ആന്റണി നേരെ അകത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ആന്റണിയുടെ അമ്മ ജോലിക്കും പോകുന്നു. അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ വേസ്റ്റ് എടുക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അതവിടേക്ക് വന്നിട്ട് റോഡിൽ കിടക്കുന്ന വേസ്റ്റ് എല്ലാം എടുത്തോണ്ട് പോകുന്നു. അതിലൊരു കവറിലാണ് ആ നായനെ കൊന്നിട്ടിട്ടുള്ളത്. അതിനെയും അവർ എടുത്തോണ്ട് പോകുന്നുണ്ട്. അത് നോക്കി നിൽക്കുമ്പോഴാണ് എമിലിയും തിയോയും കുറച്ചുകൂടി വിഷമിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകുന്നതും ഇതുകൂടി കണ്ട് ആന്റണി കുറച്ചുകൂടി വിഷമിക്കും. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ആന്റണി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് വേറെ ആരെയും വിളിക്കാതെ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് നടന്നു പോവാണ്. അപ്പോഴാണ് വീടിന് മുറ്റത്ത് നിന്ന് കളിക്കുന്ന റെമി ആന്റണിയെ കണ്ടിട്ട് ഇവനെന്താ എന്നെ വിളിക്കാതെ പോകുന്നുള്ള രീതിയിൽ ആന്റണിയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ആന്റണി ഇത് കാണുന്നില്ല. അങ്ങനെ ആന്റണി അവിടെ നിന്ന് നേരെ കാടിനുള്ളിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഇവർ കാടിനുള്ളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അതെല്ലാം തട്ടിമറിച്ച് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കാണ്. ഒന്നാമത്തെ കാര്യം ആ നായ മരിച്ചു. രണ്ടാമത്തത് എമിലി തീയോടൊപ്പം പോകുന്നു. ഈ രണ്ട് ദേഷ്യമുണ്ട്. അപ്പോഴാണ് റെമി പുറകിൽ വന്ന് നിൽക്കുന്ന ആന്റണി കാണുന്നത്. തിരിഞ്ഞു നോക്കിയിട്ട് നിന്റെ അച്ഛൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? എന്തിനാ അയാൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആന്റണി ചോദിക്കുന്നത് ആ ഒരു നായനെ രക്ഷിക്കാതെ അതിനെ ഷൂട്ട് ചെയ്ത് കൊന്ന കാര്യമാണ് ആന്റണി ചോദിക്കുന്നത്. പക്ഷേ റെമിക്ക് ഇതൊന്നും അറിയത്തില്ല. റെമി ചോദിക്കും എന്ത് ചെയ്തു? അപ്പോൾ ആന്റണി ഇവിടുന്ന് നീ പോടാന്ന് പറഞ്ഞിട്ട് ആന്റണി താഴ്ന്ന ഒരു തടിയെടുത്ത് ഒരു ഒറ്റയേറ് അത് വന്ന് കൊള്ളുന്നത് റെമിയുടെ തലയിലേക്ക്. റെമി നേരെ പുറകിലേക്ക് വന്ന് വീണ് ഒരു കല്ലിലെ തലയിടിച്ച് റെമി അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഇത് കണ്ട ആന്റണി പേടിച്ചിട്ട് പതിയെ റെമിയുടെ അടുത്തേക്ക് വന്ന് അവന് തൊട്ടു നോക്കുമ്പോൾ റെമി മരിച്ചു. ഇത് കണ്ട ആന്റണി പേടിച്ച് അവിടെ നിന്ന് ഓടാണ്. അങ്ങനെ കുറേ ദൂരം ഓടിയതിന് ശേഷമാണ് ആന്റണി ഒരിടത്ത് നിന്ന് ആലോചിക്കുന്നത്, ഇങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ ആന്റണി അവിടെ നിന്ന് തിരിച്ച് റെമിയുടെ ശരീരത്തിനടുത്തേക്ക് വന്നിട്ട് അവൻ്റെ ബോഡി പൊക്കിയെടുത്ത് അടുത്തായിട്ട് തന്നെ വലിയൊരു കുഴിയുണ്ട്, അതിനുള്ളിലേക്കിടും. അപ്പോൾ ശരീരം അതിനുള്ളിൽ കിടക്കുന്നത് വെളിയിൽ നിന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ കഴിയത്തില്ല. അങ്ങനെ അത് ചെയ്തിട്ട് ആന്റണി ആ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടി റോഡിനടുത്തേക്ക് വരുമ്പോൾ കുറേ ദൂരം നിന്നും ഒരു വണ്ടി വരുന്നു. ആ വണ്ടി പോകുന്നത് വരെ ഒരു മരത്തിന് പുറകിലിട്ട് ഓടിച്ചു നിൽക്കും. അത് പോയതിന് ശേഷമാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് വീടിനടുത്തേക്ക് ഓടി വരും. ഓടി വീടിനടുത്ത് എത്തുമ്പോഴാണ് അവൻ്റെ കയ്യിലുള്ള വാച്ച് കാണാനില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് ദൂരെ നിന്നും തീയോ ആ സ്കൂട്ടറിൽ വരുന്നത്. ഇത് കണ്ട ആന്റണി പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് പോവും. പിന്നീട് കാണിക്കുന്നത് റെമിയുടെ അമ്മ അവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങി എല്ലാവരോടും ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും ചോദിക്കുമ്പോൾ ആർക്കും അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല. അതുപോലെ ആന്റണിയാണ് റെമിയുടെ ഫ്രണ്ട്. അതുകൊണ്ട് ആന്റണി എവിടെയെന്ന് ചോദിക്കുമ്പോൾ തീയോ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ തീയോ പറയും അവൻ ഇപ്പോഴാണ് വീടിനകത്തേക്ക് പോയത്, ഞാൻ കണ്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെമിയുടെ അമ്മ അതേപോലെ തന്നെ ആ ഒരു അയൽക്കാർ ഇവരെല്ലാവരും ആന്റണിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ആന്റണി നീ റെമിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ചു നേരം അവർ നോക്കി ചെയ്തിട്ട് രാവിലെ പൂന്തോട്ടത്തിനടുത്ത് നിൽക്കുന്ന കണ്ടു, അല്ലാതെ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നതും ഇപ്പോൾ റെമിയെ കാണാനില്ല എന്നുള്ള കാര്യം എമിലി, അവളുടെ അച്ഛൻ ഇവരെല്ലാവരും അറിഞ്ഞിട്ട് എല്ലാവരും പലയിടങ്ങളിലായിട്ട് അന്വേഷിക്കുകയാണ്. അതുമല്ല ഇവിടെ വലിയൊരു ആറുണ്ട്, അവിടെയും ഇവർ പോയി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എവിടെ അന്വേഷിച്ചിട്ടും റെമിയെ കാണുന്നില്ല. ആന്റണി വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ് പുറത്തിറങ്ങാതെ. കുറേ കഴിയുമ്പോൾ അവിടേക്ക് പോലീസ് വരുന്നു. ഇപ്പോഴും ആന്റണി വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ടി വിയിൽ അതിനെപ്പറ്റി ഒരു ന്യൂസ് ഓടുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു കാര്യം, 3 വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ തന്നെ ഒരു ചെറിയ പയ്യനെ കാണാതായി. അതുകൊണ്ട് തന്നെ റെമി കാണാതായതാണോ അതോ ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടുപോയതാണോ അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അതും ഈ ന്യൂസിലൂടെ തന്നെ പറയുന്നുണ്ട്. ആന്റണി ഈ ന്യൂസ് കൂടി കാണുന്നത് നല്ലപോലെ പേടിച്ചിരിക്കുമ്പോൾ ആന്റണിയുടെ അമ്മ വിചാരിക്കും റെമിയെ കാണാത്തതുകൊണ്ടായിരിക്കും അവൻ ഇത്ര പേടിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ആന്റണിയെ സമാധാനിപ്പിക്കും. പക്ഷെ അവൻ്റെ അമ്മയോട് പോലും അവൻ ആ കാര്യം പറയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം 1999 ഡിസംബർ 24 രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിറ്റക്റ്റീവ് ആന്റണിയുടെ വീട്ടിലേക്ക് വന്ന് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ റെമിയുടെ വീടിനകത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് അവനെ ചോദ്യം ചെയ്യുന്നത്.
അപ്പോൾ ആന്റണി പറയും, ഇതുപോലെ രാവിലെയാണ് ഞാൻ അവനെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് കണ്ടത്, പക്ഷേ എത്ര മണിയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. അപ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ അവിടേക്ക് വന്നിട്ട്, സാർ അയാളോട് ഞാൻ നല്ലതുപോലെ ചോദിച്ചു, പക്ഷേ കറക്റ്റ് മറുപടി പറഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞ ആ ഒരു ഓഫീസർ തിരിച്ചു വന്നിട്ട് ആ ഒരു വാൻ കൊണ്ടുവരാൻ പറയും. പക്ഷെ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് ആന്റണിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ പോലീസുകാരൻ ആന്റണിയുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ ബാക്കി പറയാൻ പറയുമ്പോൾ, അല്ല നീ അവനെ കണ്ട സമയത്ത് അവൻ എന്ത് ചെയ്യുമായിരുന്നു? അവൻ്റെ നായ മരിച്ച ആ ഒരു സ്ഥലം നോക്കി നിൽക്കുമായിരുന്നു എന്ന് പറയും. അപ്പോഴാണ് ആ നായ മരിച്ച കാര്യം ഈ പോലീസുകാരൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ റെമിയുടെ അച്ഛൻ അവൻ്റെ നായയെ കൊന്നതായിട്ടും അത് കാരണം അവൻ ഒരുപാട് കരഞ്ഞതായിട്ടും ആന്റണി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരേ ഷൂട്ടിൽ തന്നെ അതിനെ കൊന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോലീസുകാരൻ നേരെ റെമിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ നായയെ കൊന്ന കാര്യമുണ്ടല്ലോ അതിനെപ്പറ്റി ചോദിക്കും. അപ്പോൾ റെമിയുടെ അച്ഛൻ പറയും, ഇതുപോലെ ആ നായ ആക്സിഡന്റ് പറ്റി കിടക്കുമായിരുന്നു, ഒരുപാട് കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കൊന്നത്. അതുപോലെ ഇയാളെ തോക്ക് യൂസ് ചെയ്യുന്നുള്ള കാര്യം അറിയുമ്പോഴത്തേക്കും ഈ പോലീസുകാരൻ അയാളെ സംശയിച്ചിട്ട് ഇപ്പോൾ അയാളെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ റെമിയുടെ അച്ഛൻ പറയും, ഞാൻ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് അവൻ വെളിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, ഈ തെരുവിൻ്റെ ഒരു ഭാഗം വരെ അവൻ എന്നോട് വന്നു, അതുവരെ ഞാൻ കണ്ടതാണെന്ന് പറയുന്നതും ഇപ്പോൾ പോലീസുകാർ റെമിയുടെ അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഇപ്പോൾ 9:15 റെമിയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിനകം തന്നെ ഫാക്ടറിയിൽ എത്തണം. പക്ഷേ ഫാക്ടറിയിൽ എത്തിയതോ 10 മണിക്ക്. അത്രയും നേരം എന്താണ് ചെയ്തത് എന്നാണ് പോലീസുകാർക്ക് ഇപ്പോൾ സംശയം. പക്ഷേ റെമിയുടെ അച്ഛൻ പറയുന്നത് ഞാൻ കോഫി കുടിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റിയും ഈ പോലീസുകാരൻ അന്വേഷിച്ചു. അവിടെ എന്തോ ഒരു കാര്യം അയാൾ മറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ബാക്കിയുള്ള പോലീസുകാർ ഇപ്പോഴും ആ ഒരു പുഴയിൽ റെമിയുടെ ശരീരം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആ സമയത്താണ് പോലീസുകാരൻ അവിടേക്ക് വന്ന് ഹയർ ഓഫീസറിനോട്, റെമിയുടെ അച്ഛൻ അത്രയും നേരം എന്താണ് ചെയ്തതെന്നറിയോ? ആ പാർക്കിൻ്റെ അടുത്ത് തീയോടെ വണ്ടി ഉണ്ടല്ലോ, ആ സ്കൂട്ടറിൽ പഞ്ചസാര തട്ടിയിടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. തൻ്റെ മകൾക്ക് തീയുമായിട്ടുള്ളൊരു അടുപ്പം, അത് കാരണമായിരിക്കണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് റെമിയുടെ അച്ഛനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെമിയെ കാണാതായതും അവൻ്റെ അച്ഛനും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പോലീസുകാർ പറയും. കാരണം ആ ഒരു സമയം വരെയും അയാൾ പാർക്കിലായിരുന്നല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ റെമിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ വിചാരിക്കും നമ്മൾ പോലീസുകാർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആന്റണിയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ അവൻ്റെ മുന്നിലേക്ക് വരികയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവരുടെ സ്റ്റോർ ഓണർ ഉണ്ടല്ലോ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ആ കാര്യം ന്യൂസിലും വരുന്നുണ്ട്. ഇപ്പോൾ വേറെ ഒന്നല്ല, റെമിയുടെ അച്ഛൻ കുറ്റവാളിയല്ലാന്ന് മനസ്സിലാക്കിയതിനു ശേഷം പുതിയ സസ്പെക്റ്റ് ആ സ്റ്റോർ ഓണറാണ്. അതുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട ആന്റണിയുടെ അമ്മ പെട്ടെന്ന് TV അങ്ങ് ഓഫ് ചെയ്യും. അതുപോലെ ആ സ്റ്റോർ ഓണറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരാകെ ടെൻഷനായിട്ട് ആ ടെൻഷനിൽ അവർ ഫുഡ് നല്ലതുപോലെ വേവിക്കത്തില്ല. വേറൊന്നുമല്ല, സ്റ്റോർ ഓണറും അതേപോലെ തന്നെ റെമി കാണാതെയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് ആന്റണിയുടെ അമ്മ പറയുന്നത്. ഇപ്പോൾ സ്റ്റോർ ഓണറെ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം അറിയുന്നതും ഇവരുടെ അയൽക്കാരുണ്ടല്ലോ എല്ലാവരും ആ ഒരു സ്റ്റോർ ഓണറിനെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങാണ്. വേറൊന്നുമല്ല, റെമിയെ കാണാതായിട്ടുള്ള അന്നത്തെ ദിവസം കാടിനടുത്തായിട്ട് ഈ സ്റ്റോർ ഓണറിൻ്റെ വാൻ കുറേ നേരം നിന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വാനിനെ പറ്റിയാണ് അന്ന് ആ ഒരു പോലീസുകാർ പരസ്പരം സംസാരിച്ചത്. പക്ഷെ ഇതെല്ലാം കേട്ട ആന്റണിയുടെ അമ്മയാണെങ്കിലോ ഇതെല്ലാം വെച്ചിട്ട് ഒരിക്കലും റെമിയെ കാണാതായതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല എന്ന് സ്റ്റോർ ഓണറെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ അയൽക്കാർ പറയും, ശരി നീ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ആ കാട്ടിൽ ആ സമയത്ത് പോയതെന്തിനാണ് എന്ന് സ്റ്റോർ ഓണറിനോട് ചോദിച്ചപ്പോൾ അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യം മറച്ചു വെക്കണം? അതുകൊണ്ട് തന്നെ ആന്റണിയുടെ അമ്മ അവരോട് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഈ ഏരിയയിലുള്ള എല്ലാവരും ഇപ്പോൾ അവിടെയുള്ള ചർച്ചിലേക്ക് പോകാൻ പോകണം അടുത്ത ദിവസം. കാരണം അന്നാണ് ക്രിസ്മസ്. അതിൻ്റെ ആഘോഷങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും ചർച്ചിലേക്ക് വന്നു. ഇപ്പോൾ അവിടെ ഫാദർ സംസാരിക്കുകയാണ്. ബാക്കി എല്ലാവരും നല്ലതുപോലെ പാട്ടെല്ലാം പാടുന്നുണ്ട്. പക്ഷേ റെമിയുടെ ഫാമിലിക്ക് മാത്രം ക്രിസ്മസ് ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം അവനെ കാണാതായിട്ട് ഇപ്പോൾ 2 ദിവസമായി. അതുകൊണ്ട് തന്നെ റെമിയുടെ അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, എൻ്റെ മകനെ കാണാതായിട്ട് 2 ദിവസമായി, ഇപ്പോൾ അവനെ കണ്ടുപിടിക്കാതെ എല്ലാവരും ഇവിടേക്ക് ഒന്ന് പാട്ട് പാടുവാണോ എന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കും. അതുമല്ല, മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. റെമിയെ കണ്ടുപിടിക്കാനായിട്ട് ഇനി 2 ദിവസം ആവുമെന്നാണ് പോലീസുകാർ പറയുന്നത്. കാരണം അവനെ കാണാതായിട്ടുള്ള ആ ഒരു കാട് അത്രയും വലുതാണ്. അതുവരെ എല്ലാവർക്കും എങ്ങനെ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ കഴിയുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ കുറച്ചു നേരം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവർ വീണ്ടും ഈ പാട്ടെല്ലാം പാടി അവരാഘോഷിക്കുകയാണ്. കാരണം വേറൊരാളുടെ കുടുംബത്തിലല്ലേ സംഭവിച്ചത്, അതിന് ഇവർക്കെന്താണ് എന്നുള്ള രീതിയാണ്. അപ്പോഴാണ് ഒരു പോലീസുകാരൻ ഈ ഫാദറിൻ്റെ അടുത്തേക്ക് ഒന്ന് കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ഈ ഫാദർ എല്ലാവരോടും, ഓക്കെ എല്ലാവരും ഇത് കേൾക്കണം, റെമി അന്വേഷിക്കാൻ വേണ്ടി കുറച്ചുപേരെ വാലണ്ടിയറായിട്ട് പോലീസിന് ആവശ്യമാണ്, നിങ്ങൾക്ക് ആർക്കൊക്കെ അതിൽ താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേരും അത് പറയും. അപ്പോൾ ഫാദർ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നാളെ ടൗൺ ഹാളിൻ്റെ മുന്നിലായിട്ട് എല്ലാവരും ഒത്തുകൂടണം, അവിടെ വെച്ചിട്ട് പോലീസിനോടൊപ്പം ചേർന്ന് എല്ലാവർക്കും റെമി അന്വേഷിക്കാണ്ട് പോകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ആന്റണിക്ക് അവൻ്റെ അമ്മ ഒരു ക്രിസ്മസ് സമ്മാനം കൊടുക്കുന്നുണ്ട്.
ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കാണ് അവൻ അത്രയും സന്തോഷം. കാരണം അവൻ ആഗ്രഹിച്ചതുപോലെ അത് വീഡിയോ ഗെയിമാണ്. പക്ഷെ ഇവിടെയാണ് ആന്റണിക്ക് മറ്റൊരു സംശയം. ഈ ഗിഫ്റ്റിനെ പറ്റിയുള്ള കാര്യം സ്റ്റോർ ഓണറിനോടാണ് അവൻ പറഞ്ഞത്. ഈ കാര്യം അമ്മയ്ക്ക് മനസ്സിലായിട്ട് അമ്മ എനിക്ക് വാങ്ങി തരണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ഓണർ എന്തായാലും അത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് ആ പച്ച കളർ വാച്ച് അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അതാണെങ്കിലും ഇപ്പോൾ ആ കാട്ടിൽ കളഞ്ഞുപോയി. അപ്പോഴാണ് ആന്റണിയുടെ അമ്മ, എന്താ നീ ഇപ്പോൾ കയ്യിൽ വാച്ച് കിട്ടാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അത് റൂമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആന്റണി ഇപ്പോൾ തിരിച്ച് അവൻ്റെ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ആ ഒരു ഏരിയയിലുള്ള ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ ആന്റണിക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു പേപ്പറിൽ ഭാവിയിലെ ഡോക്ടർ ആന്റണി എന്നൊരു കാര്യം എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ആന്റണി ഒരു ഡോക്ടർ ആവണമെന്നാണ് ഈ പട്ടണത്തിലുള്ള ഡോക്ടറിന് ആഗ്രഹം. അപ്പോൾ അത് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന് കുറേ ബുക്കുകളെല്ലാം കൊടുത്ത് അവനോട് വായിക്കാൻ പറയുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലിരിക്കുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഒരു കോൾ വരുന്നു. ആന്റണിയുടെ അമ്മ അത് എടുക്കാൻ പോകുമ്പോൾ ആന്റണിക്ക് നല്ല പേടിയുണ്ട്. അതാരാണെന്ന് അറിയത്തില്ലല്ലോ. എടുത്ത് സംസാരിക്കുമ്പോഴാണ് അത് എമിലിയാണ്. ഇപ്പോൾ എമിലിയുടെ അമ്മയ്ക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാനും കഴിയത്തില്ല. ഇപ്പോൾ ആന്റണിയോട് പോയി പറയാനായിട്ടാണ് അവൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആന്റണി അവിടെ നിന്നും നേരെ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് ഓടും. ഡോക്ടറാണെങ്കിൽ വീടിനകത്ത് പാട്ടെല്ലാം കേട്ടിരിക്കുകയാണ്. ഡോറിൽ തട്ടിയിട്ട് തുറക്കുന്നില്ല. അപ്പോഴേക്കും കോളിംഗ് ബെല്ല് അടിക്കുന്നതും ഡോക്ടർ പെട്ടെന്ന് മുകളിലത്തെ റൂമിൽ നിന്ന് താഴേക്ക് നോക്കി എന്ത് പറ്റി ആന്റണി എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ എമിലിയുടെ അമ്മയ്ക്ക് വയ്യ, പെട്ടെന്ന് അവിടേക്ക് വരണമെന്ന് പറയുന്നതും ഓക്കെ വരാമെന്ന് പറഞ്ഞ് അയാൾ താഴേക്ക് വരുന്നു. അപ്പോഴാണ് ആ വഴിയെ ഡിക്റ്റേറ്റീവ് നടന്നു പോകുന്നത് ആന്റണി കാണുന്നത്. അതോടെ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസം ഡിസംബർ 25 ആ ഏരിയയിലുള്ള എല്ലാവരും ടൗൺ ഹാളിന് മുന്നിലായിട്ട് ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ റെമി അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാരോടൊപ്പം എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ മാത്രം മാറ്റി നിർത്തി വലിയവരെല്ലാവരും കാടിനകത്തേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ എല്ലാവരും കാടിനകത്തേക്ക് പോയി അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ള ചെറിയ കുട്ടികളും ഇവരാരും കാണാതെ ഇവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ആന്റണിയും. അങ്ങനെ ഇവർ അന്വേഷിച്ച് പോകുമ്പോഴാണ് റോഡിന് സൈഡിലായിട്ട് ഒരു ഗ്ലൗസ് കിടക്കുന്നത് കാണുന്നത്. അതെടുത്ത് റെമിയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് റെമിയുടേതാണെന്ന് ചോദിക്കുമ്പോൾ അത് റെമിയുടേതല്ല എന്ന് പറയും. അങ്ങനെ തെളിവായിട്ട് അവരത് എടുത്തു വെച്ച് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ അന്വേഷിക്കുകയാണ്. ഇതിൽ ആന്റണി മാത്രമാണ് ഒറ്റയ്ക്ക് അവർ പിറകെ തന്നെ പോകുന്നുണ്ട്. അതുപോലെ സത്യം അറിയാവുന്നത് അവന് മാത്രമാണ്. കൂടാതെ ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ പിറകെ പോകുന്നത്. അങ്ങനെ രാവിലെ തുടങ്ങിയ അന്വേഷണമാണ്. എല്ലാവരും കാടിനകത്ത് അന്വേഷിച്ച അവസാനം ഇപ്പോൾ രാത്രിയായി. അതുകൊണ്ട് തന്നെ പോലീസ് എല്ലാവരോടും പറയും ഇന്നത്തേക്കുള്ള അന്വേഷണം മതിയാക്ക്, നമുക്ക് എല്ലാവർക്കും നാളെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഇവരിപ്പോൾ അന്വേഷിച്ച് വന്നല്ലോ അത്രയും സ്ഥലം ഇവർ മാർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ മുതൽ നാളെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും പോകാനായിട്ട് നിൽക്കുമ്പോൾ റെമിയുടെ അച്ഛൻ ഇല്ല സാർ, നമുക്ക് കുറച്ചുകൂടി ഇന്ന് അന്വേഷിക്കാം, കുറച്ചു നേരം കൂടി എന്ന് പറയുന്നുണ്ട്. കാരണം സ്വന്തം മകനല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമമുണ്ടാവും. അപ്പോൾ ആ പോലീസുകാരൻ പറയും സാർ നിങ്ങളൊന്ന് വിഷമിക്കാതിരിക്കുക, നാളെ ഹെലികോപ്റ്റർ അതേപോലെ തന്നെ നായ്ക്കൾ ഇതെല്ലാം വരും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനെ സമാധാനപ്പെടുത്തി കൊണ്ടുപോവാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആന്റണിയുടെ അടുത്തേക്ക് തീയ വന്നിട്ട് അല്ല റെമിയുടെ അച്ഛൻ അവൻ്റെ നായെ കൊന്നത് നീ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ആന്റണി അതേ നീ ഇങ്ങനെ തലയാട്ടും. അപ്പോൾ തിയോ പറയും അത്രയും നന്നായി, അത് അത്രയും വൃത്തിയായിട്ടൊരു നായാണ് എന്ന് തിയോ പറയുന്നതും ഇത് കേട്ട് ആന്റണി പെട്ടെന്ന് തിയോനെ താഴേക്ക് തള്ളിയിട്ട് അവൻ്റെ മുകളിലേക്ക് കരയുന്ന അടിക്കുകയാണ്. അതുപോലെ ആൾറെഡി നമ്മുടെ ആന്റണിക്ക് തിയോട് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ആന്റണിയുടെ അമ്മയും അതേപോലെ തന്നെ ആ ഡോക്ടറും വന്ന് ആന്റണിയെ പിടിച്ചങ്ങ് മാറ്റും. ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നറിയാതെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ രാത്രിയാവുന്ന നമ്മുടെ ആന്റണി നേരെ ബാത്റൂമിലേക്ക് ചെന്ന് അതിലെടുത്ത് കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് അവൻ നേരെ പോയി കിടന്ന് ഉറങ്ങും. കുറച്ച് കഴിയുമ്പോഴാണ് ആന്റണിയുടെ അമ്മ വന്ന് ഈ ബാത്റൂമിൽ മരുന്നെല്ലാം കിടക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ വിളിക്കും. ഇപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നിട്ട് അല്ല ആന്റണി ഇതുപോലെ ഛർദ്ദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്തു പറ്റി, ഇല്ല ഒരുപാട് മരുന്ന് ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഛർദ്ദിക്കും. അപ്പോൾ ആന്റണിയുടെ അമ്മ പറയും ഇല്ല അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് പറയുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം അവൻ ഈ മരുന്ന് കഴിച്ചത് എന്നുള്ള കാര്യം ഡോക്ടറിന് അറിയാം. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയും ആന്റണി നമുക്കിതിനെപ്പറ്റി നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ ചെവിയിൽ അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അതേ സമയം രാത്രിയിൽ കാണിക്കുമ്പോൾ വെളിയിൽ നല്ല ഇടിയും മിന്നലും ആ ശബ്ദം കേട്ട് ആന്റണിയും അവൻ്റെ അമ്മയും ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റോഡിലേക്ക് നോക്കുമ്പോഴാണ് വെള്ളം വന്നിട്ട് കാറ് വരെ കൊണ്ടുപോകുന്നു, അതുപോലെയുള്ള മഴ. കൂടാതെ പവറും കട്ടായി. അങ്ങനെ രണ്ടുപേരും പേടിച്ചിട്ട് വീടിനകത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വലിയ മരം അത് ഒടിഞ്ഞ് ഇവരുടെ ജനാല തകർത്ത് ഉള്ളിലേക്ക് വന്ന് വീഴും. ഈ മരമാണെങ്കിലോ നേരെ വന്നിട്ട് അവൻ്റെ അമ്മ ഇടിക്കുന്നതും അവൻ്റെ അമ്മ ബോധമില്ലാതെ താഴെ വീഴുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ വീടിനുള്ളിലേക്ക് വെള്ളം ഇരച്ച് കയറുന്നുണ്ട്. ആന്റണിക്ക് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇപ്പം ആന്റണി പതിയെ അവൻ്റെ അമ്മയെ വലിച്ച് ആ ഒരു പടിയുടെ മുകളിലേക്ക് കൊണ്ടുപോവാണ്, കാരണം മുകളിലേക്ക് കയറാൻ വേണ്ടി. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് അവൻ്റെ അമ്മയ്ക്ക് ബോധം വന്ന് താഴേക്ക് നോക്കുമ്പോൾ വീടിനകത്ത് മുഴുവനായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും പേടിച്ചിട്ട് ആ വീടിനകത്ത് തന്നെ ഇരിക്കും.
അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ മഴയും കാറ്റെല്ലാം മാറി ആ ഗ്രാമം തന്നെ ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി പെയ്ത മഴയിൽ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ അതിൽ മരണപ്പെടുകയും ചെയ്തു. ഒരു വലിയ മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ എന്തൊക്കെ നാശനഷ്ടമാണോ സംഭവിക്കുന്നത്, അതെല്ലാം ആ ഗ്രാമം മുഴുവനായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം പലയിടങ്ങളിലായിട്ട് കയറി. അതേപോലെ തന്നെ ടവറുകളെല്ലാം ഒടിഞ്ഞു വീണു, കറണ്ടില്ല. അവിടെയുള്ള കാട്ടിലെ മരങ്ങളെല്ലാം പിഴുതു വീണിട്ടുണ്ട്. അങ്ങനെ കാടും ആകെ നശിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇനി റെമി അന്വേഷിക്കുന്ന ആ ഒരു കാര്യം അത് നടക്കത്തില്ല. ഇപ്പോൾ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാട് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ ഈ കാട് ഇങ്ങനെ തന്നെ വിടുന്നതായിരിക്കും നല്ലതെന്ന് ന്യൂസിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ കാട് ആന്റണി നോക്കി നിൽക്കുകയാണ്. അതോടെ ഈ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. കാറിലൊരുത്തൻ ലാറ എന്ന് പറഞ്ഞൊരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ട് വരുന്നു. അതുമല്ല അവളെ ബേബി എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കണം അത്. അങ്ങനെ അവസാനം ആ ഒരു കാർ വന്ന് നിൽക്കുന്നത് ആന്റണിയുടെ വീടിൻ്റെ മുന്നിൽ. ഈ കാറ് കാണുന്നത് ആന്റണിയുടെ അമ്മ വെളിയിലേക്ക് വരുമ്പോൾ കാറിൽ വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ആന്റണി തന്നെയാണ്. ആന്റണി ഇപ്പോൾ മറ്റൊരു നാട്ടിൽ ഡോക്ടറിന് വേണ്ടി പഠിക്കുകയാണ്. തൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ലീവ് എടുത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 2-3 ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നും അവൻ പറയും. കാരണം ഉടനെ തന്നെ ക്രിസ്മസ് വരാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവിടെയുള്ളൊരു ക്ലബ്ബിൽ ക്രിസ്മസിൻ്റെ ആഘോഷമെല്ലാം നടക്കുന്നുണ്ട്. അവിടേക്ക് എല്ലാവരും വരുന്നു. ഈ 15 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയ കുട്ടികളെല്ലാം ഇപ്പോൾ വലുതായി, വലിയവരെല്ലാം വയസ്സായി തുടങ്ങി. അപ്പോഴാണ് നാട്ടിലുള്ള ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ ഇപ്പോൾ റിട്ടയർ ആവാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഇനി പുതിയൊരു ഡോക്ടറില്ല. അദ്ദേഹത്തിന് പകരം നമുക്കെല്ലാവർക്കും ഈ ഒരു സേവനം ചെയ്യാൻ പോകുന്ന ആരാണ് എന്നെല്ലാം ആ ഒരു ആഘോഷങ്ങൾക്കിടയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആന്റണി ഇവിടെ എമിലിയെ കാണുന്നത്. എമിലിയും 8 വർഷമായിട്ട് മറ്റൊരു നാട്ടിലായിരുന്നു. ഇപ്പോഴാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവള് ആ നാട്ടിലൊരു ഗിഫ്റ്റ് ഷോപ്പാണ് നടത്തുന്നത്. പക്ഷെ ആ ഒരു ഷോപ്പ് അവൾ നല്ലതുപോലെ നടത്തുന്നില്ല. അതുപോലെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുത്തൻ ഉടനെ തന്നെ ട്രാൻസ്ഫർ ആയിട്ട് പാരീസിലേക്ക് പോകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അവളും ഉടനെ തന്നെ പാരീസിലേക്ക് പോകും. ആന്റണി ആണെങ്കിലോ അവൻ ഇനി ഒരു ഡിപ്ലോമ കൂടി കഴിയാനുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ അവൻ ഈജിപ്തിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകും എന്നുള്ള കാര്യം പറയും. അങ്ങനെ അത് പറഞ്ഞ് ആന്റണി പറയും, എനിക്ക് ഈ നാട്ടിൽ ഡോക്ടറായിട്ടിരിക്കാൻ താല്പര്യമില്ല. പിന്നെ നീയും തിയോയും തമ്മിലുള്ള ആ ഒരു ബന്ധം അതെന്തായെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ എമിലിക്ക് ആന്റണിയോടായിരുന്നു ഇഷ്ടം. പക്ഷെ അവൾ ഒരിക്കലും അത് പുറത്ത് പറഞ്ഞിരുന്നില്ല. അവൾ പറയും, ഹേയ് അതൊന്നും വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് തന്നെ അത് കാണാനുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും ഡിന്നർ കഴിക്കുകയാണ്. അപ്പോഴാണ് ആ ഡോക്ടർ റിട്ടയർ ആയി കഴിഞ്ഞാലേ ഡോക്ടറിൻ്റെ ക്ലിനിക്ക് ആന്റണിക്ക് നോക്കിക്കൂടെ എന്ന് റെമിയുടെ അച്ഛൻ, ആന്റണിയുടെ അമ്മ, ആ ഡോക്ടർ ഇവരെല്ലാവരും സംസാരിക്കും. അപ്പോൾ ആന്റണി പറയും, സോറി എനിക്കതിന് താല്പര്യമില്ല. ഞാൻ മറ്റുള്ള നാടുകളിൽ പോയിട്ട് ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നിവരോട് പറയുമ്പോൾ അവരത് ഓക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ആന്റണിയും മേമിയും അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെയുള്ള സ്റ്റോറിലേക്ക് ചെല്ലുമ്പോഴാണ് ആ സ്റ്റോറിൻ്റെ ഓണർ ഉണ്ടല്ലോ, അയാൾ നമ്മുടെ ആന്റണിയെയും എമിയെ കാണുമ്പോൾ, ഹേയ് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നു, നിങ്ങൾ രണ്ടുപേരുടെയും കുട്ടിക്കാലത്തെ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ എമിലി അത് ചോദിക്കും. അങ്ങനെ എമിലി അത് കാണിക്കാൻ പറയും. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അത് കഴിഞ്ഞ് എമിലിനെ ആന്റണി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അതുപോലെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അതുമല്ല എമിലി വീട്ടിലുണ്ടെന്നുള്ള കാര്യം ആന്റണിയുടെ അമ്മയെ അവൻ ഒരിക്കലും കാണിക്കത്തില്ല. അത് ഒളിപ്പിച്ചു വെച്ച് 2 ദിവസം അവൻ ഈ നാട്ടിൽ നിന്നിട്ട് വീണ്ടും ആന്റണി കോളേജിലേക്ക് തന്നെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം അവൻ ആ ഒരു കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് വീണ്ടും അവൻ്റെ നാട്ടിലേക്ക് തന്നെ വരികയാണ്. അതുമല്ല ഇത്തവണ ഒരു 4-5 ദിവസം അവൻ എന്തായാലും ഈ നാട്ടിൽ കാണും എന്നുള്ള കാര്യം നേരെ ആ ഒരു ഡോക്ടറിനെ വന്ന് കണ്ടിട്ടാവും പറയും. അത് കഴിഞ്ഞ് അവൻ വേറെ ഏതോ ഒരു രാജ്യത്തോട്ട് പോകുന്നതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ റെമിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു വലിയ വണ്ടിയിൽ ഒരുപാട് മരത്തടികളെല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നത് ആന്റണി കാണുന്നത്. അപ്പോൾ ആന്റണി ചോദിക്കും, അല്ല ഇതെല്ലാം എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം അടുത്തുള്ള ഒരു ഫാക്ടറിയിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നതും അവിടെ നിന്ന് ഓടിയ നമ്മുടെ ആന്റണി നേരെ ചെന്നിട്ട് ആ ഒരു കാടിനുള്ളിലേക്ക് നോക്കും. അവിടെ കേടായി കിടക്കുന്ന ഉണങ്ങി കിടക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പോവാണ്. അവിടെ വന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ആന്റണിക്ക് നല്ല പേടിയുണ്ട്. കാരണം റെമിയുടെ ശരീരം വീണ്ടും അവർക്ക് കിട്ടോ എന്നുള്ള ആ ഒരു പേടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എമിലി അവനെ വിളിക്കും. എന്നിട്ട് പറയും, നിന്നെ എനിക്ക് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എന്നവൾ പറയുമ്പോൾ ആന്റണി പറയും, ഇല്ല ഇപ്പോൾ എന്തായാലും എനിക്ക് കാണാൻ കഴിയത്തില്ല, നാളെ നമുക്ക് എന്തായാലും സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യും. കാരണം വേറെ ഒന്നുമില്ല, അവനിപ്പോൾ ഈ ഒരു ടെൻഷനിലിരിക്കുകയല്ലേ. അങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഈ ടൂൾ ബോക്സ് എല്ലാം തുറന്ന് കുറച്ച് ടൂൾ എടുക്കണം. അതിനുവേണ്ടി ഒരു കബോർഡ് തുറക്കുമ്പോൾ അതിനകത്തൊരു ബോക്സിൽ റിമിയെ കാണാനില്ല എന്നുള്ള ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ ആന്റണി കാണുന്നുണ്ട്. കൂടാതെ അതിനടിയിൽ നോക്കുമ്പോൾ ഒരുപാട് ലെറ്ററുകൾ ആന്റണിയുടെ അമ്മയ്ക്ക് അയച്ചേക്കാണ്. അത് ലവ് ലെറ്ററുകൾ. പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കാതെ
ആ ഉള്ളിൽ തന്നെ വെക്കും. അപ്പോഴാണ് ആൻ്റണിയുടെ അമ്മ അവിടേക്ക് വന്ന് ആൻ്റണിയെ കെട്ടിപ്പിടിക്കും. കാരണം വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ 2 വർഷം അവന് പിരിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മുടെ ആൻ്റണി ഒരു ടോർച്ച് എടുത്ത് വീടിൻ്റെ വെളിയിലേക്ക് പോവും. എവിടേക്കാന്ന് വെച്ചാൽ ആ കാടിനകത്തേക്ക്. എന്നിട്ട് റെമിയെ തള്ളിയിട്ട ആ ഒരു കുഴിയുണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് കയ്യിലൊരു ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ടൂള് അത് വെച്ച് റെമിയുടെ ശരീരം മുകളിലേക്ക് പൊക്കിയെടുത്തിട്ട് അത് ഒളിപ്പിക്കാനാണ് ആൻ്റണി ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 2ാമത്തെ തവണയും ബോഡി മുകളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബോഡി പിന്നെ താഴേക്ക് തന്നെ വീഴുന്നു. ഈ സമയത്ത് അടുത്തൂടെ ആരോ നടന്നു പോകുന്നത് പോലെ പെട്ടെന്ന് ആൻ്റണി അവിടേക്ക് പോയി ഒളിച്ചിരിക്കും. അങ്ങനെ ആ വഴിയെ നടന്നുപോയ ആ ഒരാളുണ്ടല്ലോ, അയാൾ ഈ കുഴിയിലടുത്തേക്ക് വന്ന് അതിനുള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കുന്നു. ഇതോടെ ഈ സീൻ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കണ്ണു തുറക്കുന്നത് നമ്മുടെ ആൻ്റണീനാണ്. ഇന്നലെ രാത്രി ആ കാട്ടിലേക്ക് പോയ കാര്യം അവന് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നെന്ന് തോന്നുന്നു. അപ്പോഴാണ് ആൻ്റണിയുടെ അമ്മ കരയുന്ന ശബ്ദം കേട്ട് ആൻ്റണി അവിടേക്ക് വന്ന് എന്തുപറ്റി കരയാനെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ റെമിയുടെ ശരീരം കണ്ടുപിടിച്ചു എന്ന് പറയുന്നതും ആൻ്റണി നല്ലതുപോലെ പേടിക്കും. കാരണം ഇന്നലെ രാത്രി അതിലേ വന്ന ആ ഒരാൾ പോലീസിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു മെയിൻ ഹാളിൽ വക്കീല്, പോലീസ്, ഡോക്ടർ ഇവരെല്ലാവരും വന്ന് റെമിയുടെ ശരീരം കണ്ടുപിടിച്ചതായിട്ടും അതിൻ്റെ ഒട്ടോപ്സി കഴിഞ്ഞു അതിൻ്റെ റിപ്പോർട്ട് വന്നതായിട്ടും ഈ ഡോക്ടർ പറയും. റെമിയുടെ തലയിൽ നല്ല രീതിയിൽ അടി കൊണ്ടിട്ടുണ്ട്. അത് കല്ല് വെച്ചോ അല്ലെങ്കിൽ ഒരു തടി വെച്ചോ ആയിരിക്കാം. അങ്ങനെയാണ് റെമി മരണപ്പെട്ടത്. അതേപോലെ തന്നെ അവനെ ആരും അബ്യൂസ് ചെയ്തിട്ടില്ല. കൂടാതെ അവൻ മരിച്ചു കിടന്ന സ്ഥലത്ത് നിന്നും അവനെ വലിച്ചെടുത്ത് ഈ കുഴിയിലേക്ക് കൊണ്ടിടുമായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ടെസ്റ്റും കൂടി പറയും. അത് കേൾക്കുമ്പോൾ ആൻ്റണി ഒന്ന് പേടിക്കും. വേറെ ഒന്നുമല്ല, റെമിയുടെ ശരീരത്തിൽ നിന്നും വേറൊരാളുടെ മുടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ അതൊരാണിൻ്റെ മുടിയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ അത് ഒരു ക്രിമിനൽസുമായിട്ട് മാച്ച് ആയിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരും സംശയിക്കുന്ന ആ സ്റ്റോർ ഓണർ ഉണ്ടല്ലോ, അയാളുടെ DNA എടുത്ത് തന്ന് ഇത് മാച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷേ അത് അയാളുടേതല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റോർ ഓണർ ഇനി ഒരിക്കലും നമ്മൾ സംശയിക്കുന്ന ആളല്ല, അയാൾ നിരപരാധിയാണ് എന്നിവർ പറയുന്നുണ്ട്. അപ്പോൾ റെമിയുടെ അച്ഛൻ പെട്ടെന്ന് ചോദിക്കും, ഇത് നിങ്ങൾക്ക് ഉറപ്പാണോ? കാരണം എൻ്റെ മകനെ കൊന്നവൻ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അതെ, കൺഫേം ആയിട്ടും സ്റ്റോർ ഓണർ ഒരിക്കലും കുറ്റക്കാരനല്ല എന്ന് പറയും. എന്നിട്ട് ഇവർ പറയും എന്തായാലും ഞങ്ങൾ ഈ ഒരു കില്ലറിൻ്റെ മുടി സൂക്ഷിച്ചു വയ്ക്കാൻ പോവാണ്. ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ ഇനി വരാൻ പോകുന്ന 10 വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഈ DNA കില്ലറിൻ്റെ DNA ആയിട്ട് മാച്ചായി കഴിഞ്ഞാൽ കൊലയാളിയെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. അപ്പോഴും നമുക്ക് എന്തായാലും കില്ലറിനെ അറസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ റെമിയുടെ അച്ഛൻ ചാടി എഴുന്നേറ്റിട്ട് പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആരോ ഒരാളായിരിക്കണം എൻ്റെ മകനെ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും DNA ടെസ്റ്റ് എടുക്കണം, അത് മാച്ച് ചെയ്ത് നോക്കണമെന്ന് പറയുന്നതും വക്കീൽ പറയും കൊലയാളി വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് വന്നിട്ട് കുട്ടിയെ കൊല്ലാനായിട്ട് ചാൻസ് ഉണ്ട്. അതുമല്ല ഈ നാട്ടിലുള്ള എല്ലാവരുടെയും DNA ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്തായാലും ഈ കേസിൻ്റെ ഒരു അവസാനം ഇതിവിടെയാണ് എന്ന് പറയുമ്പോൾ റെമിയുടെ അച്ഛൻ നല്ല വിഷമമുണ്ട്. കാരണം കില്ലർ ഇത്ര അടുത്തുണ്ടായിട്ടും അവനെ കണ്ടുപിടിച്ച് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം അയാൾക്കുണ്ട്. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും റെമിക്ക് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായല്ലോ. അതുപോലെ നമ്മുടെ ആൻ്റണി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അപ്പോഴാണ് നമ്മുടെ എമിലി ആൻ്റണിയുടെ അടുത്തേക്ക് വന്നിട്ട് അവനോടൊരു കാര്യം പറയണം എന്ന് പറഞ്ഞ് അവനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആണ്. അതിന് കാരണം വേറെ ആരുമല്ല, ആൻ്റണി. അപ്പോൾ ആൻ്റണി പറയും ഞാനോ, ചിലപ്പോൾ നിൻ്റെ ഫിയാൻസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അവൾ പറയും അവന് ഞാനായിട്ട് പിരിഞ്ഞു, നീ തന്നെയാണ് അതിന് കാരണം എന്നവൾ കൺഫേം ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയും നീ ടെൻഷൻ ആവണ്ട, ഞാൻ തന്നെ അത് അബോർഷൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ എമിലിക്ക് അബോർഷൻ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എമിലി അവനോട് ചോദിക്കും നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റണിക്ക് ഒരിക്കലും അതിന് താല്പര്യമില്ല. കാരണം 2 ആഴ്ചയ്ക്കകം അവൻ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ എമിലി ആൻ്റണിയോട് പറയും നീ എന്നെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസിനോട് ഞാൻ ഈ കാര്യം പറയുമെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒരു കാര്യം. ഇപ്പോൾ ആൻ്റണിയുടെ കുഞ്ഞാണെന്ന് അവൾക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ DNA ടെസ്റ്റ് എടുക്കണമല്ലോ. നിയമപ്രകാരം അവനൊരിക്കലും അത് എടുക്കാതിരിക്കാനും കഴിയത്തില്ല. അങ്ങനെ വല്ലതും ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റെമിയെ കൊന്നത് ആൻ്റണിയാണെന്ന് ഇവർ കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആൻ്റണിക്ക് ഒരു മറുപടിയും പറയാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് കുറേ നേരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് DNA ടെസ്റ്റ് അത് എടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ ആൻ്റണിയെ കാണാനായിട്ട് വരും. എന്നിട്ട് റെമിയുടെ ശരീരം കിട്ടിയതിനെ പറ്റിയും ഈ DNA ടെസ്റ്റ് അതിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡോക്ടർ പറയും തൻ്റെ മകന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരച്ഛനും അമ്മയും എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും, അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പതിയെ തലയാട്ടും. അങ്ങനെ ആൻ്റണിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് നീ 15 വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് മരുന്ന് കഴിച്ച് ഈ വീട്ടിൽ കിടന്നില്ലേ, അന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഞാൻ പക്ഷേ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ നിന്ന് പോയതാണ്.
കാരണം റെമിയുടെ കാര്യത്തിൽ നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് രാത്രി ആൻ്റണിയോട് പറയുമല്ലോ നമുക്കിതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോയത്. പക്ഷെ അതൊരിക്കലും സംഭവിച്ചില്ല. കാരണം അടുത്ത ദിവസമാണ് ആ ഒരു കാറ്റും മഴയെല്ലാം വന്ന് റെമിയെ അന്വേഷിക്കുന്നത് എല്ലാവരും നിർത്തിവെച്ചത്. അതുമല്ല ഡോക്ടറിനെ ആൻ്റണി അത്ര ഇഷ്ടമാണ്. അവനൊരു ഡോക്ടർ ആവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതേപോലെ റെമിയെ കാണാതായിട്ടുള്ള ആ ഒരു കാര്യം അതൊരിക്കലും ഡോക്ടർ മറന്നിട്ടില്ലായിരുന്നു. അതിലെന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ മതിയാവൂ എന്ന് ഈ ഡോക്ടർ നല്ലതുപോലെ പ്ലാൻ ചെയ്തു. ഇനിയിപ്പോൾ DNA ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാലേ എല്ലാവരും അറിയും. ഇപ്പോൾ അതിന് നീ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത് എന്ന് ഡോക്ടർ ആൻ്റണിയോട് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പോഴാണ് സത്യമെല്ലാം പറയാനുള്ള ആ ഒരു സമയം വന്നിട്ടുള്ളത് എന്നാണ് അവനോട് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വക്കീലിന് എനിക്ക് തന്നെ ലെറ്റർ അയക്കാൻ കഴിയും. എല്ലാവരും ഈ ഒരു സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് കുറച്ച് സമാധാനമായിട്ട് വരുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആൻ്റണി ഒന്നും മിണ്ടാതെ തലയും കുരിച്ചങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ആൻ്റണി നേരെ ആ ഡോക്ടറിനെ കാണാണ്ട് ചെല്ലും. എന്നിട്ട് ചോദിക്കും ഇതുപോലെ റെമിയുടെ കാര്യത്തിൽ ആ ഒരു ലെറ്റർ വക്കീലിന് അയച്ചോ എന്ന് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിലേ റെമിയുടെ കാര്യം ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇതിലൂടെ ആൻ്റണി ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ റെമിയെ പറ്റിയുള്ള കാര്യം ആരോടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറിൻ്റെ ക്ലിനിക്ക് അവൻ ഏറ്റെടുത്ത് നടത്താം. ഈ നാട്ടിലെ ഒരു ഡോക്ടറായിട്ട് അവൻ തന്നെ ഇരിക്കാം എന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ റെമിയുടെ അച്ഛൻ ഇപ്പോഴും പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. അയാൾ ഇപ്പോഴും നല്ലതുപോലെ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാറിൽ നല്ലതുപോലെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതും ആൻ്റണി അവിടേക്ക് വന്ന് റെമിയുടെ അച്ഛനെ പൊക്കിയെടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ബെഡിലേക്ക് കിടത്തും. അവിടെയാണ് മറ്റൊരു കാര്യം, ആൻ്റണി എമിലിയെ തന്നെ കല്യാണം കഴിച്ചു. കാരണം അവൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു കുഞ്ഞുമുണ്ട്. ഈ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആൻ്റണിയാണ് ഇപ്പോൾ ആ ഒരു ഏരിയയിലെ ഡോക്ടർ. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഇപ്പോൾ ആ ഒരു ക്ലിനിക്കിലുണ്ട്. അപ്പോഴാണ് സ്റ്റോർ ഓണർ ഉണ്ടല്ലോ അയാൾ അവിടേക്ക് വന്നിട്ട് എനിക്ക് നല്ല ചുമയുണ്ട് എന്ന് പറഞ്ഞ് അതിനുള്ള മരുന്നെല്ലാം ആൻ്റണി എഴുതി കൊടുക്കും. അതുമല്ല അവിടെ വെച്ചാണ് ഈ സ്റ്റോർ ഓണറിൻ്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണെന്ന് അവ കണ്ടുപിടിക്കുന്നത്. അതിലൂടെ അവന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്നറിയോ, അവൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ലെറ്ററുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അത് ഈ സ്റ്റോർ ഓണറിൻ്റെ നാട്ടിൽ നിന്നാണ്. പക്ഷെ അതിലൊരിക്കലും ഒരാളുടെ പേര് എഴുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മയെ സ്നേഹിച്ചത് നിങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റോർ ഓണർ പറയും അതെ, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ നിൻ്റെ അമ്മയുടെ ഫീലിങ്സ് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിർബന്ധിച്ചില്ല, ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആൻ്റണിക്ക് മനസ്സിലാവുന്നത് അവൻ ആഗ്രഹിച്ച ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടല്ലോ ഇതെല്ലാം കുട്ടിക്കാലത്ത് അവന് കിട്ടിയിരുന്നത്. അതെല്ലാം വാങ്ങിക്കൊടുത്തത് ഈ ഒരു സ്റ്റോർ ഓണറാണ്. അതുമല്ല മറ്റൊരു രഹസ്യവും ഇത്രയും വർഷമായിട്ട് സ്റ്റോർ ഓണർ ആരോടും പറയാതെ വെച്ചിരുന്നു. അത് വേറൊന്നുമല്ല, അന്ന് റെമിയെ കൊന്നിട്ട് ആൻ്റണി ആ ഒരു കാട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഒരു വാൻ അവിടെ വന്നിരുന്നല്ലോ, ആ ഒരു വാൻ ഓടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ സ്റ്റോർ ഓണറാണ്. അങ്ങനെ ആൻ്റണി ഇതുപോലെ ആ ഒരു വാൻ കാണുന്നതും പേടിച്ച് മരത്തിനടുത്ത് ഒളിച്ച് നിൽക്കുന്നതെല്ലാം ഇയാൾ കണ്ടു. ഇവനെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അയാൾ അവിടെ ഇറങ്ങി നോക്കുമ്പോഴാണ് വേറൊരാൾ ഈ കാടിനകത്ത് സ്റ്റോർ ഓണർ വണ്ടി കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അത് പോലീസിനോട് പറഞ്ഞ് ഇയാളെ എല്ലാവരും സംശയിച്ചത്. അതുകൊണ്ട് തന്നെ ആൻ്റണിയാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം സ്റ്റോർ ഓണറിനെ അറിയാം. അപ്പോൾ ആൻ്റണി ചോദിക്കും പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് പോലീസിനോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ എല്ലാം നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി, നിൻ്റെ ജീവിതവും നശിക്കരുത്, നീ കാരണം നിൻ്റെ അമ്മയും വിഷമിക്കരുത്, അതുകൊണ്ടാണ് ഞാനതൊരിക്കലും മറ്റുള്ളവരോട് പറയാത്തത് എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ഇത്രയും കാലം ഒരു കുറ്റവാളിയായിട്ട് തന്നെയാണ് സ്റ്റോർ ഓണർ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കവർ എടുത്ത് ആൻ്റണിയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും നീ ഇനിയിപ്പോൾ ഒന്നിനെ പറ്റി പേടിക്കണ്ട, നിന്റെ ജീവിതം നീ നല്ലതുപോലെ തന്നെ ജീവിച്ചോ എന്നും പറഞ്ഞ് സ്റ്റോർ ഓണർ അവിടെ നിന്ന് പോകുന്നതും ആ കവറിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ, ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ ആ ഒരു പച്ച വാച്ച് അതായിരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ ആൻ്റണി എപ്പോഴേ പോലീസിനെ പിടിച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും അയാളത് ചെയ്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ സ്റ്റോർ ഓണർ ഈ നാട് വിട്ട് പോകാൻ പോവാണ്. ആൻ്റണിയുടെ അമ്മയാണ് അയാളെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മറ്റൊരു ക്രിസ്മസ് ദിവസം ആൻ്റണിയുടെ അമ്മ എമിലിയുടെ അച്ഛനും അമ്മയും ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ പോവാണ്. അങ്ങനെ അവൻ്റെ പ്ലേറ്റ് എടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴാണ് അതിലൊരു ചെറിയ പയ്യൻ ഒട്ടകത്തെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചിത്രം അതിലുണ്ട്. അപ്പോഴാണ് ആൻ്റണി റെമിയെയും അതേപോലെ തന്നെ അവൻ്റെ നായനെയും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുമല്ല റെമിയും അതേപോലെ തന്നെ അവൻ്റെ നായയും ഇത് രണ്ടും മരിക്കാൻ കാരണം ആൻ്റണിയാണ്. പക്ഷേ ഈ ഒരു രഹസ്യം അവൻ ആരോടും പറയാൻ പോകുന്നില്ല. ജീവിതകാലം മുഴുവൻ അത് ഉള്ളിൽ സൂക്ഷിച്ച് റെമിക്ക് പകരമായിട്ട് അവൻ്റെ ഫാമിലിയെ നോക്കി ജീവിക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.